ആലിലത്താലി നാലാം ഭാഗം. രചന സീതാകൃഷ്ണ. അവതരണം നന്ദു എച്ചു കൃഷ്ണ. മാധവൻ ഹരിയെ ചേർത്ത് പിടിച്ചു. എന്തു പറയണമെന്നറിയാതെ രണ്ടുപേരും കുറെ നേരം അങ്ങനെ തന്നെ നിന്നു. ഗോവിന്ദ് സന്തോഷം കൊണ്ട് ആ കാഴ്ച നോക്കി നിന്നു. മാധവൻ ഹരിയുടെ തലയിൽ വിരലൊടിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ, ഇനി നീ വിഷമിക്കരുത്. അത് ഞങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ഇത്രയും നാൾ ഞങ്ങളൊന്നും അറിഞ്ഞില്ല. പക്ഷെ ഇപ്പോ ഞങ്ങൾക്കെല്ലാം അറിയാം. അതുകൊണ്ട് തന്നെ ഇനി നിന്നെ വേദനിപ്പിച്ചാൽ ദൈവം പോലും ഞങ്ങളോട് പൊറുക്കില്ല. അതാണ് അച്ഛൻ ഒരു നിമിഷം പോലും വൈകാതെ ഇങ്ങോട്ട് പോന്നത്. ഇനി എന്നും ഞങ്ങളുണ്ടാകും. നിന്റെ കൂടെ കിച്ചുവിനെ നമുക്ക് മാറ്റിയെടുക്കാം. നീ വേണം അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ. കാരണം നീ പറഞ്ഞറിയുന്നതിന്റെ അത്ര തീവ്രതയൊന്നും നിന്റെ കഥ മറ്റാരും പറഞ്ഞാലും ശരിയാവില്ല. കാരണം അനുഭവിച്ചത് മുഴുവൻ നീയാണ്. അതുകൊണ്ടാണ് അച്ഛൻ കിച്ചുവിനോടൊന്നും പറയാതെ മോനെ കാണാൻ വന്നത് എന്നെനിക്കുറപ്പുണ്ട്. എനിക്കുറപ്പുണ്ട് എല്ലാം അറിയുമ്പോൾ അവൾ നിന്നെ മറ്റാരേക്കാളും കൂടുതൽ മനസ്സിലാക്കും, സ്നേഹിക്കും. മോന്റെ ദുരിതങ്ങളുടെ കാലം അവസാനിച്ചു. ഇനി നിനക്ക് സന്തോഷത്തിന്റെ നാളുകളാണ്. നമുക്ക് പോകാം ഹരിക്കുട്ട. അമ്മ അവിടെ നീ വരുന്നത് നോക്കി കാത്തിരിക്കുകയാണ്. ഹരി മാധവന്റെ നെഞ്ചിൽ നിന്നും മുഖമുയർത്തി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് തലയാട്ടി. ഗോവിന്ദും മാധവനും ഹരിയും കൂടി അവിടെ നിന്നും പുറപ്പെട്ടു. ഗോവിന്ദ് മുന്നിലും മാധവൻ ഹരിക്കൊപ്പം പിറകിലും കയറി. ഹരി കണ്ണുകളടച്ച് സീറ്റിലേക്ക് ചാരി വെച്ച് കിടന്നു. അവന്റെ കൺകോണിലൂടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. മാധവൻ അവന്റെ ചുമലിൽ കൈവച്ച് ഹരി തിരിഞ്ഞയാളെ നോക്കി. ഹരി, മതി മോനെ കരഞ്ഞത്. പഴയതെല്ലാം മറക്കണം. ഇനി വരാനുള്ളതിനെ കുറിച്ച് മാത്രം ചിന്തിച്ചാൽ മതി കേട്ടോ. അവൻ വീണ്ടും കണ്ണുകളടച്ച് ചാരിക്കിടന്നു. രാത്രി ഏതാണ്ട് 10 മണിയോടുകൂടി അവർ തിരിച്ച് വീട്ടിലെത്തി. കൃഷ്ണയും അനുവും അപ്പോഴേക്കും കിടന്നിരുന്നു. ഗോവിന്ദ് അവളെ വിളിച്ച് വരുന്ന കാര്യം പറഞ്ഞു. കൃഷ്ണ തൽക്കാലം ഇന്നൊന്നും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ദുവിനോടെല്ലാം പറഞ്ഞ് അനു കൃഷ്ണയെ തന്ത്രപൂർവ്വം ഉറങ്ങാൻ കൂട്ടിക്കൊണ്ടുപോയിരിക്കുന്നതാണ്. മുറ്റത്ത് കാർ വന്നു നിന്ന ശബ്ദം കേട്ട് ഇന്ദു ഓടി വന്ന് വാതിൽ തുറന്നു. മാധവനും ഗോവിന്ദും ഡോർ തുറന്നിറങ്ങി. ഹരി ഒരു പകപ്പോടെ ചുറ്റും നോക്കി. മാധവൻ അവനെ വിളിച്ചു. മോനെ ഹരി, ഇറങ്ങി വാ മോനെ. ഹരി കാറിൽ നിന്നും ഇറങ്ങി. മാധവൻ അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് നടന്നു. ഗോവിന്ദ് ഹരിയുടെ ബാഗും മറ്റുമെടുത്ത് പിറകെ വന്നു. ഹരിയെ കണ്ടതും ഇന്ദു ഓടി വന്ന് അവനെ കെട്ടിപ്പിടിച്ച് കയ്യിലും മുഖത്തിലും എല്ലാം കൈകൊണ്ട് തടവി. മോനെ ഹരിക്കുട്ട, അപ്പച്ചി ഒന്നും അറിഞ്ഞില്ലല്ലോ മോനെ. രവിയേട്ടനും എന്നോടൊരു വാക്കുപോലും പറഞ്ഞില്ലല്ലോ. സാരമില്ല, ഇനി എന്റെ കുട്ടിയെ ആരും വേദനിപ്പിക്കില്ല. ഇന്ദു ഹരിയെ കെട്ടിപ്പിടിച്ച് വിതുമ്പി. എന്റെ ഇന്ദു, മതി. അവനൊന്ന് കിടക്കട്ടെ. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. ബാക്കിയൊക്കെ നാളെ. നീ ഹരിക്കുട്ടിന് റൂം ശരിയാക്ക്. നമ്മുടെ റൂമിനടുത്തുള്ള റൂം ശരിയാക്കിയാൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു നോട്ടവും കിട്ടുമല്ലോ. പിന്നെ തിരിഞ്ഞ് ഗോവിന്ദനോടായി പറഞ്ഞു, ആ മോനെ, നീ ഇന്ന് പോകണ്ട. ഇത്രയും നേരമായില്ലേ. പിന്നെ ഹരിക്കൊരു കൂട്ടുമാകും. പെട്ടെന്ന് അവന് ഒറ്റപ്പെടൽ തോന്നേണ്ട. പിന്നെ പറ്റുമെങ്കിൽ കൃഷ്ണയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്നവരെ മോൻ ഇവിടെ ഒന്ന് നിൽക്കണം. എന്റെ ഒരു അപേക്ഷയാണ്. എന്തായാലും മോൻ അവനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടതല്ലേ. അതിനെന്താ അങ്കിൾ, നിങ്ങൾക്കൊക്കെ സമ്മതമാണെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവന്റെ സന്തോഷത്തിന് വേണ്ടി എന്ത് ചെയ്യാനും എനിക്ക് സമ്മതമാണ്. എന്റെ ഹരി മനസ്സ് തുറന്നൊന്ന് ചിരിച്ചു കാണാൻ എനിക്ക് അത്രയ്ക്കും ആഗ്രഹമുണ്ട് അങ്കിൾ. അത് പറഞ്ഞപ്പോൾ ഗോവിന്ദന്റെ ശബ്ദം ഇടറിയിരുന്നു. ഇന്ദു ഹരിയെയും കൊണ്ട് അകത്തേക്ക് പോയി. മാധവനും പിന്നാലെ പോയി. ഗോവിന്ദ് കാറിനടുത്തേക്ക് ചെന്ന് അവന്റെ ബാഗും എടുത്ത് അകത്തേക്ക് വന്നു. ഹരി അകത്തേക്ക് കയറിയെങ്കിലും അവന്റെ കണ്ണുകൾ ആരെയോ തേടുന്ന പോലെ അവർ കണ്ടു. അത് കണ്ട് മാധവൻ പറഞ്ഞു, മോനെ ഹരി, കിച്ചു മുകളിലാണ് കിടക്കുന്നത്. കൂടെ അനുമോളുമുണ്ട്. അവര് ഉറങ്ങിക്കാണും. നാളെ മോൻ അവളെ കാണാലോ. പിന്നെ മോനെ കാണുമ്പോൾ അവളുടെ പെരുമാറ്റം അതെങ്ങനെയാകുമെന്ന് മോൻ ഊഹിക്കാമല്ലോ. അതുകൊണ്ട് മോൻ വിഷമിക്കരുത്. നമുക്ക് അവളെ പറഞ്ഞ് മനസ്സിലാക്കാം. അതുവരെ എന്റെ മോൻ ക്ഷമിച്ചേ പറ്റൂ. ഹരി അയാളെ ഒന്ന് നോക്കി പറഞ്ഞു. എനിക്കറിയാച്ചാ, അത്ര വലിയ തെറ്റല്ലേ ഞാൻ വേണിയോട് ചെയ്തത്. അവൾ എന്തു പറഞ്ഞാലും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ്. അച്ഛൻ പേടിക്കണ്ട. എനിക്ക് വിഷമമൊന്നുമില്ല. എനിക്ക് എന്റെ വേണിയെ ഒന്ന് കണ്ടാൽ മാത്രം മതി. വെറുപ്പോടെയാണെങ്കിലും അവൾ എന്നോടൊന്ന് സംസാരിച്ചാൽ മതി അച്ഛാ. മറ്റൊന്നും എനിക്ക് വേണ്ട. ഹരി വേദനയോടെ പറഞ്ഞു. മോനിപ്പോ വേഷമൊക്കെ മാറ്റി കുളിച്ചോളൂ. എന്നിട്ട് കിടന്നോ. ഇത്രയും ദൂരം യാത്ര ചെയ്തു വന്നതല്ലേ. നല്ല ക്ഷീണം കാണും. ബാക്കിയൊക്കെ നാളെ പറയാം.
മാധവൻ ഇന്ദുവിനെയും കൂട്ടി അവരുടെ മുറിയിലേക്ക് പോയി. ഹരിയും ഗോവിന്ദും കുളി കഴിഞ്ഞു കിടന്നു. ഭക്ഷണം അവർ വരുന്ന വഴി തന്നെ കഴിച്ചിരുന്നു. ഗോവിന്ദ് കിടന്ന പാടെ ഉറങ്ങി. ഹരിക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. അവൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്ന് എപ്പോഴോ അവനും ഉറങ്ങി. രാവിലെ കൃഷ്ണ കണ്ണു തുറന്നപ്പോൾ ബെഡിൽ അനുവിനെ കണ്ടില്ല. എഴുന്നേറ്റ് നോക്കിയപ്പോൾ കണ്ടു കൈയും പിറകിൽ കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന അനുവിനെ. അവളുടെ ആ നടപ്പ് കണ്ടപ്പോൾ കൃഷ്ണയ്ക്ക് ശരിക്കും ചിരി പൊട്ടി. നീ എന്താടി രാവിലെ തന്നെ നാഗവല്ലിക്ക് പഠിക്കുകയാണോ? അനു ശബ്ദം കേട്ട് ഞെട്ടി കൃഷ്ണയെ നോക്കി. ഈശ്വര, താഴെയുള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ ഇവൾ നാഗവല്ലി ആയാൽ പാവം ആ നകുലിന്റെ അവസ്ഥ ഓർക്കാൻ കൂടി വയ്യല്ലോ. എടി മത്തക്കണി, നീ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കി പഠിപ്പിക്കുന്നത്? അധികം നോക്കല്ലേ, ആ 2 ബുൾസയും ഇപ്പൊ താഴെ വീഴും. അപ്പോഴും അനു അവളെ തന്നെ നോക്കി ആലോചനയിലായിരുന്നു. എന്റെ കുഞ്ഞിരാമ, ഞാനിപ്പോ എന്ത് ചെയ്യും? ഈ ഭദ്രകാളിയെ എങ്ങനെ താഴോട്ട് കൊണ്ടുവരും? അവൾ നഖം കടിച്ചു പിടിച്ചുകൊണ്ട് തനിയെ പിറുപിറുത്തു. കൃഷ്ണ എഴുന്നേറ്റ് വന്ന് അനുവിന്റെ ഇരു തോളിലും പിടിച്ച് കുലുക്കിക്കൊണ്ട് ചോദിച്ചു, എടി അനു, അനു. എന്താ എന്താ നീ പറഞ്ഞേ? എടി മാക്രി, നീ എന്താ കണ്ണു തുറന്ന് സ്വപ്നം കാണുകയാണോ? ഞാൻ എത്ര നേരമായി വിളിക്കുന്നു. അല്ല, നീ എന്താ ഇന്ന് നേരത്തെ എഴുന്നേറ്റേ? അല്ലെങ്കിൽ 8 മണിയായാലും ഭഗവതിയെ കുത്തിപ്പൊക്കണമല്ലോ എഴുന്നേൽപ്പിക്കാൻ. അതൊന്നുമില്ലടി, ഉറക്കം വന്നില്ല, അതാണ്. ആ, നീ വാ, നമുക്ക് താഴേക്ക് പോകാം. അയ്യോ, അനു ഉറക്കെ വിളിച്ചുപോയി. എന്താടി? അല്ല, കുറച്ച് കഴിഞ്ഞു പോയാൽ പോരെ? അതെന്താ? ഒന്നുമില്ല, വെറുതെ. എന്റെ അനു, രാവിലെ തന്നെ എന്നെ വട്ടുപിടിപ്പിക്കാതെ നീ വരുന്നുണ്ടോ? അതും പറഞ്ഞ് കൃഷ്ണ താഴേക്ക് പോയി. വിറയ്ക്കുന്ന പാദങ്ങളോടെ അനു അവളെ പിന്തുടർന്നു. താഴേക്ക് ചെന്ന കൃഷ്ണ കണ്ടു ഹാളിൽ അച്ഛനൊപ്പം പുറന്നിരുന്നിരിക്കുന്ന 2 പേരെ. ആ, അച്ഛൻ ഇന്നലെ എപ്പോഴാ വന്നത്? ഞാൻ ഉറങ്ങിപ്പോയി. അവളുടെ ശബ്ദം കേട്ടതും ഹരി അവളെ തിരിഞ്ഞു നോക്കി. അവനെ കണ്ടതും കൃഷ്ണ അവിടെ തറഞ്ഞു നിന്നു. ഹരി എഴുന്നേറ്റ് കൃഷ്ണയെ നോക്കിക്കൊണ്ട് അവളുടെ അരികിലേക്ക് നടന്നു. അവളുടെ മുന്നിൽ ചെന്ന് നിന്നു. കൃഷ്ണ അപ്പോഴും സ്തംഭിച്ചു നിൽക്കുകയായിരുന്നു. ഹരി പതിയെ അവളെ വിളിച്ചു. വേണി. കൃഷ്ണ പെട്ടെന്ന് ഞെട്ടി അയാളെ നോക്കി. കുറച്ചു നേരം അവനെ തന്നെ നോക്കി നിന്നു. പിന്നെ 2 കൈകൊണ്ടും അവന്റെ ഷർട്ടിന്റെ കോളർ പിടിച്ച് ഉലച്ചുകൊണ്ട് പറഞ്ഞു, നിങ്ങൾ എന്താ ഇവിടെ? ഞാൻ പറഞ്ഞിരുന്നല്ലേ എന്റെ കൺമുന്നിൽ പോലും വരരുതെന്ന്. എന്നെ ദ്രോഹിച്ച് മതിയായില്ലേ നിങ്ങൾക്ക്? എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്? എല്ലാം മറക്കാൻ ശ്രമിക്കുന്നവരും വീണ്ടും വീണ്ടും എന്തിനാ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്? പൊയ്ക്കോ, എനിക്ക് നിങ്ങളെ കാണണ്ടെന്ന് പറഞ്ഞില്ലേ? അത്രയും പറഞ്ഞ് അലറിക്കരഞ്ഞുകൊണ്ട് ഊർന്നവൾ നിലത്തേക്കിരുന്നു. കൈകളിൽ മുഖം പൊത്തി കരഞ്ഞുകൊണ്ട് ഹരിയുടെ കാൽച്ചുവട്ടിലേക്കാണ് അവൾ ഇരുന്നത്. ഹരി അവൾക്കരികിലേക്ക് ചെന്ന് അടുത്തിരുന്നതും അവൾ കുഴഞ്ഞു താഴേക്ക് വീണു. ഹരി അങ്കലാപ്പോടെ അവളെ വിളിച്ചു. പക്ഷെ അവൾ കണ്ണു തുറന്നില്ല. അവൻ അവളെ ഇരു കൈയിലും കോരിയെടുത്ത് അവൻ കിടന്നിരുന്ന റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പോഴേക്കും അനു വെള്ളം കൊണ്ടുവന്നു. അവൻ അത് വാങ്ങി അവളുടെ മുഖത്തേക്ക് കുടഞ്ഞു. അവൾ പതുക്കെ കണ്ണുകൾ തുറന്നു. അവളുടെ കണ്ണുകൾ ഹരിയുടെ കണ്ണിൽ ഉടക്കി നിന്നു. പിന്നെ അവനെതിരെ മുഖം തിരിച്ചു കിടന്നു. അതുകൊണ്ട് ഹരി റൂമിന് പുറത്തേക്ക് പോയി. പിന്നാലെ ഗോവിന്ദും അനുവും മാധവനും ഇന്ദുവിനെ നോക്കി. അവള് കുറച്ചു നേരം കിടക്കട്ടെ, നീ വാ. മാധവന് പുറകെ ഇന്ദു ഇറങ്ങി. കൃഷ്ണ കണ്ണുകൾ അടച്ചു കിടന്നു. അവളുടെ കണ്ണുനീർ ഇരു കവിളിൽ കൂടി ഒലിച്ചിറങ്ങി. പുറത്തേക്ക് വന്ന ഹരി ഒഴിച്ച് ബാക്കി എല്ലാവരും ആകെ അത്ഭുതത്തിലായിരുന്നു. ഒരു പൊട്ടിത്തെറിയായിരുന്നു അവർ പ്രതീക്ഷിച്ചത്. പക്ഷേ കൃഷ്ണയിൽ നിന്നും ഇങ്ങനെയൊരു പ്രതികരണം അവരാരും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ഹരിയിൽ പ്രത്യേകിച്ചും ഒരു ഭാവവ്യത്യാസവും കണ്ടില്ല. അവരെയെല്ലാം സംശയത്തോടെ അവൻ നോക്കി. അവൻ അവരെ നോക്കി പുഞ്ചിരിച്ചു. ഗോവിന്ദ് അവൻ അരികിൽ വന്ന് ചുമലിൽ കൈവച്ചു. ഹരി, എന്താടാ ഇത്? ഞങ്ങളൊരു ഭൂകമ്പം പ്രതീക്ഷിച്ചതാ, പക്ഷെ ഇതെന്താ ഇങ്ങനെ? ഇവൾക്കിത് എന്തു പറ്റി? നിനക്കാണെങ്കിൽ ഒരു കുലക്കവുമില്ല. എന്താടാ സത്യം? പറ ഹരി. അത് നീ അവൾ എഴുന്നേൽക്കുമ്പോൾ അവളോട് തന്നെ ചോദിക്ക്. അത് പറഞ്ഞ് ഹരി അകത്തേക്ക് കയറിപ്പോയി. അവർ 4 പേരും അന്തം വിട്ട് പരസ്പരം നോക്കി. ഹരി ചെല്ലുമ്പോൾ റൂമിൽ കൃഷ്ണയെ കണ്ടില്ല. അവൻ അവിടെയെല്ലാം അവളെ നോക്കി. അപ്പോഴും കണ്ടില്ല. അവൻ തിരിച്ചു പുറത്തേക്ക് വന്നു. അവരോട് പറഞ്ഞു, അവൾ ആ കുളപ്പടവിൽ ഉണ്ടാവും. എത്ര വലിയ സങ്കടം വന്നാലും അവൾ അവിടെ പോയിരിക്കാറാണ് പതിവ്. ചെറുതിലെ മുതലുള്ള ശീലമാണ്. മോൻ എന്തായാലും ഒരു കാര്യം ചെയ്, അവിടേക്ക് ചെല്ല്. ഹരിയും ഗോവിന്ദും അനുവും കൂടി അവിടേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ കൃഷ്ണ പടിക്കെട്ടിലിരുന്നു.
കാൽമുട്ടിൽ മുഖം അമർത്തിയിരിക്കുന്നത് കണ്ടു. ഗോവിന്ദ് അനുവിനോട് കണ്ണു കാണിച്ചു കൃഷ്ണയുടെ അടുത്തേക്ക് ചെല്ലാൻ. ഹരിയും ഗോവിന്ദും മുകളിലെ പടവിൽ തന്നെ നിന്നു. അനു കൃഷ്ണയുടെ അടുത്ത് ചെന്ന് അവളുടെ തോളിൽ കൈവച്ചതും അവൾ തല ഉയർത്തി നോക്കി. കണ്ണുകളാകെ കരഞ്ഞു കലങ്ങിയിരിക്കുന്നു. കവളിലൂടെ അപ്പോഴും കണ്ണുനീര് ഒഴിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. കിച്ചു, മതി കരഞ്ഞത്. എന്തിനാ കിച്ചു നീ ഇങ്ങനെ അഭിനയിക്കുന്നത്? ആരെ കാണിക്കാൻ വേണ്ടിയാ? നിർത്തുന്നുണ്ടോ നിന്റെ ഈ അഭിനയമെല്ലാം? അനു പൊട്ടിത്തെറിച്ചുകൊണ്ട് പറഞ്ഞു. കൃഷ്ണ അവളെ പകച്ചു നോക്കി. അഭിനയമോ? എന്തഭിനയം? നീ എന്താ അനു ഈ പറയുന്നതൊക്കെ? അതെ, അഭിനയം തന്നെ. അല്ലാതെ എന്താ ഇതിനൊക്കെ പറയുക? ഇത്രയും നാൾ ആ മനുഷ്യന്റെ പേര് കേട്ടാൽ എന്ത് ചെയ്യണമെന്നറിയാതെ നിന്നവളാ നീ. ഇന്ന് അയാളെ കണ്ടപ്പോൾ എന്തായിരുന്നു? എന്താ ഇപ്പൊ നിനക്ക് അയാളോട് വെറുപ്പില്ലേ? പ്രതികാരം ചെയ്യണ്ടേ? കൃഷ്ണ തല കുനിച്ചു തന്നെ ഇരുന്നു. പറ കിച്ചു, നിനക്കൊന്നും പറയാനില്ലേ? അന്ന് ഞാൻ ആ താലിമാല കണ്ടപ്പോൾ നിന്നോട് ചോദിച്ചതാണ്. പക്ഷെ അന്ന് നീ ഒഴിഞ്ഞു മാറി. പക്ഷെ ഇപ്പൊ എനിക്കറിയണം എന്താ നിന്റെ മനസ്സിൽ. സത്യം പറ. നിനക്ക് നിനക്ക് ഹരിയേട്ടനെ ഇഷ്ടമല്ലേ? നീ ഈ കാട്ടിക്കൂട്ടിയതെല്ലാം അത് മറയ്ക്കാനുള്ള നിന്റെ അടവല്ലേ? അനു, അലറണ്ട. ഞാൻ പറഞ്ഞതല്ലേ സത്യം. അല്ലെങ്കിൽ നീ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം തരണം. കൃഷ്ണ പുരികമുയർത്തി എന്താണെന്ന ഭാവത്തിൽ അനുവിനെ നോക്കി. അന്ന് കല്യാണത്തിന്റെ തലേ ദിവസം രാത്രിയിൽ ഹരി നിന്നെ കയറി പിടിച്ചപ്പോൾ നീ എന്താ എതിർക്കാതിരുന്നത്? നീ ഒന്ന് അലറിക്കരഞ്ഞിരുന്നെങ്കിൽ ആരെങ്കിലും ഓടി വരില്ലായിരുന്നു. നീ എന്തുകൊണ്ടത് ചെയ്തില്ല? പറയ്. എനിക്കതിന് ഉത്തരം നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം കിച്ചു. അല്ലെങ്കിൽ ഞാൻ പറയാം. നിനക്ക് ഹരിയേട്ടനെ ഇഷ്ടമായിരുന്നു. അതല്ലേടി സത്യം? അനു പറഞ്ഞു നിർത്തിയതും കൃഷ്ണയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. പിന്നെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പടവുകൾ ഓടിക്കയറി. അവിടെ ഹരിയും ഗോവിന്ദനെയും കണ്ട് ഒരു നിമിഷം നിന്നു. പിന്നെ പോകാനായി തിരിഞ്ഞതും ഹരി അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ച് നെഞ്ചിലേക്ക് ചേർത്ത് നിർത്തി. ഇരു കൈകൾ കൊണ്ടും അവളുടെ മുഖം കയ്യിലെടുത്തു. എന്നിട്ട് കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. വേണി, അനു ചോദിച്ചതിന് ഉത്തരം പറഞ്ഞിട്ട് പോ. എനിക്കറിയണം അതിനുള്ള കാരണം. കാരണം ആ 2 വർഷമായി ഈ ചോദ്യം തന്നെയാണ് എന്റെ മനസ്സിലും. എനിക്കതിനുള്ള ഉത്തരം നിന്റെ നാവിൽ നിന്ന് തന്നെ കേൾക്കണം. എന്തുകൊണ്ട്? പറയ് വേണി, എന്തുകൊണ്ടാണെന്ന്. കൃഷ്ണ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവന്റെ നെഞ്ചിലൂടെ ഊർന്ന് അവന്റെ കാലിൽ കെട്ടിപ്പിടിച്ചു. ഹരി താഴേക്കിരുന്ന് അവളുടെ ചുമലിൽ കൈവച്ചു. വേണി, പറയാൻ. അത് അത് എനിക്ക് എനിക്ക് നിങ്ങളെ ഇഷ്ടമായിരുന്നു ഹരിയേട്ടാ. 15 വയസ്സ് മുതൽ ആരും അറിയാതെ ഞാൻ എന്റെ മനസ്സിൽ നിങ്ങളെ കൊണ്ട് നടന്നിരുന്നു. അന്ന് മുത്തശ്ശൻ മരിച്ചെന്ന് ആദ്യമായി ഞാൻ അവിടേക്ക് വന്ന അന്നു മുതൽ എന്റെ മനസ്സിൽ നിങ്ങളുടെ മുഖം പതിഞ്ഞുപോയി. കൃഷ്ണ ഹരിയുടെ നെഞ്ചിലേക്ക് വീണ് പൊട്ടിക്കരഞ്ഞു. ഹരി അത് കേട്ട് തരിച്ചിരുന്നു. ഗോവിന്ദന്റെയും അനുവിന്റെയും അവസ്ഥ മറിച്ചായിരുന്നില്ല. അങ്ങനെ കൃഷ്ണ പറഞ്ഞു തുടങ്ങി അവൾക്ക് ഹരിയോടുണ്ടായിരുന്ന അവളുടെ പ്രണയം. അന്ന് 10ാം ക്ലാസ് എക്സാം കഴിഞ്ഞിരുന്ന സമയത്താണ് രവി ഇന്ദുവിന്റെ അച്ഛന്റെ മരണം വിളിച്ചറിയുന്നത്. പോകാൻ കുറച്ച് മടിയുണ്ടായിരുന്നെങ്കിലും ഇന്ദുവിന്റെ അവസ്ഥ കണ്ടപ്പോൾ മാധവൻ പോകാൻ തന്നെ തീരുമാനിച്ചു. അവർ വരുന്നുണ്ടെന്ന് അറിയിച്ചതിനനുസരിച്ച് മരണാനന്തര കർമ്മങ്ങൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റിവെച്ചു. പിറ്റേന്ന് അവർ ചെന്നതിന് ശേഷമാണ് ചടങ്ങുകളെല്ലാം നടത്തിയത്. അവിടെ എത്തിയ കൃഷ്ണയ്ക്ക് എല്ലാം പുതുമ നിറഞ്ഞതായിരുന്നു. പക്ഷേ അവളുടെ കണ്ണുകൾ ഒരാളിൽ മാത്രം തങ്ങി നിന്നു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന ഒരു ചെറുപ്പക്കാരനിൽ. മറ്റൊരു മുഖത്തും അത്രയ്ക്കും സങ്കടം അവൾ കണ്ടില്ല. ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു. എല്ലാവരും തറവാട്ടിൽ തന്നെയാണ് തങ്ങിയത്. വാസുവും വീണും അടുത്തു തന്നെ വീട് വെച്ച് താമസം മാറിയിരുന്നു. രവിയാണ് തറവാട്ടിൽ താമസിക്കുന്നത്. 16 വരെ എല്ലാവരും ഒരുമിച്ച് തറവാട്ടിൽ ഉണ്ടാകണമെന്ന് മുത്തശ്ശി പറഞ്ഞു. ആളുകൾ പിരിഞ്ഞ ശേഷം മാധവനെയും ഇന്ദുവിനെയും കൃഷ്ണയെയും മുത്തശ്ശി വിളിച്ച് അവരോടും ചടങ്ങുകൾ കഴിയുന്നവരെ അവിടെ നിൽക്കാൻ പറഞ്ഞു. മുത്തശ്ശിക്ക് കൃഷ്ണയെ ഒരുപാട് ഇഷ്ടമായി. കാരണം എല്ലാവർക്കും അവളോട് വലിയ കാര്യമായിരുന്നു. കാരണം ആ തറവാട്ടിലെ ഏക പെൺതരി അവൾ മാത്രമായി. അമ്മാവന്മാരും അവരുടെ മക്കളുമെല്ലാം അവളെ കൊഞ്ചിച്ചുകൊണ്ട് നടന്നു. ആദ്യം മാത്രമായിരുന്നു അവൾക്ക് താഴെ ഉണ്ടായിരുന്നത്. അച്ഛനും അമ്മയും മാത്രമുള്ള ഒരു ലോകത്ത് ജീവിച്ച അവൾക്ക് ഇതെല്ലാം പുതിയ അനുഭവമായിരുന്നു. എല്ലാവരുടെ മനസ്സിലും അവൾക്ക് ഒരു നല്ല സ്ഥാനം നേടിയെടുക്കാൻ സാധിച്ചു, ഒരാൾ ഒഴിച്ച്. ദേവിയുടെ മൂത്ത മകൻ ഹരികൃഷ്ണൻ. പക്ഷെ കൃഷ്ണയുടെ കണ്ണുകൾ എപ്പോഴും അവന് പിന്നാലെ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. അവൻ ഒരിക്കൽ പോലും അവളുടെ മുന്നിൽ വന്നിരുന്നില്ല. അഥവാ വന്നാൽ തന്നെ അവളെ ശ്രദ്ധിക്കാറില്ല. 16 കഴിഞ്ഞ് അച്ഛനും അമ്മയും തിരികെ പോയപ്പോൾ മുത്തശ്ശിയുടെ നിർബന്ധപ്രകാരം കൃഷ്ണ അവിടെ നിന്നു. എല്ലാവരോടും അവൾ കളിച്ചു തിരിച്ച് സമാധാനത്തോടെ കഴിഞ്ഞു. പക്ഷെ ഹരിയുടെ അകൽച്ച അവളെ ഒരുപാട് വേദനിപ്പിച്ചു. വേറെ ആരങ്ങനെ ചെയ്താലും അവൾക്ക് സങ്കടമൊന്നുമില്ലായിരുന്നു.
കാരണം വന്ന അന്ന് തന്നെ അവന്റെ മുഖം അവളുടെ മനസ്സിൽ പതിഞ്ഞിരുന്നു. അവന്റെ ദുഃഖം നിറഞ്ഞ കണ്ണുകളും ഉറക്കത്തിൽ പോലും അത് അവളെ ശല്യം ചെയ്തുകൊണ്ടിരുന്നു. എല്ലാവർക്കും അവളെ വലിയ കാര്യമായിരുന്നു. പക്ഷെ രവിമാമയോട് അവൾക്കെന്തോ പ്രത്യേക ഒരു ഇഷ്ടമുണ്ടായിരുന്നു. അവൾക്ക് തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു. അവളുടെ എല്ലാ കുറുമ്പിനും അയാൾ കൂട്ടുനിന്നു. ആദ്യം അവളും നല്ല കൂട്ടായിരുന്നു. തോട്ടിൽ പോയി മീൻ പിടിക്കാനും മനക്കിൽ പോയി ആരും കാണാതെ കാരയ്ക്ക കട്ടുപൊട്ടിക്കാനും അയണിച്ചക്ക പൊട്ടിക്കാനും കയറാനും ഒക്കെ അങ്ങനെ എല്ലാ തല്ലുകൊളുത്തരവും അവർ ഒരുമിച്ചാണ് ചെയ്തത്. ആ പരിസരത്തുള്ള എല്ലാവരുമായി അവൾ പെട്ടെന്ന് കമ്പനിയായി. അങ്ങനെയാണ് ഹരിയുടെ കൂട്ടുകാരനായ ഗോവിന്ദുമായി അവൾ ചങ്ങാത്തിലാവുന്നതും അവനെ അവൾ ഗോതിച്ചേട്ടൻ എന്ന് വിളിച്ചു തുടങ്ങിയതും. അത് കേൾക്കുമ്പോഴേ അവന് കലി കയറും. പക്ഷെ ഹരി കൂടെയുള്ളപ്പോൾ അവൾ അങ്ങനെ അവനെ വലുതായിട്ട് ശ്രദ്ധിക്കാറില്ല. അങ്ങനെ ഒരു ദിവസം മനക്കിൽ നിന്നും കരയ്ക്കയും കട്ട് അവർ നേരെ വന്ന് ചാടിയത് ഹരിയുടെയും ഗോവിന്ദന്റെയും മുന്നിലായിരുന്നു. അവരെ കണ്ടതും കൃഷ്ണയും മാലതിയും ഒന്ന് പരിങ്ങി. അത് കണ്ടതും ഗോവിന്ദ ചോദിച്ചു, എന്താ രണ്ടെണ്ണത്തിനും ഒരു പരിങ്ങൽ? സത്യം പറ, എന്ത് കള്ളത്തരം കാണിച്ചിട്ടാ ഈ വരവ്? കൃഷ്ണ ഒന്ന് പരിങ്ങി. ഹരി കണ്ണുരുട്ടി കാട്ടിയപ്പോൾ ആദി ഉള്ള സത്യം പറഞ്ഞു. ഹരിയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. കൃഷ്ണ അത് കണ്ടൊന്ന് വിറച്ചു. അതിനെങ്ങനെയാ? ഓരോന്നിനെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെടുത്തിട്ടുണ്ടല്ലോ, ഇവിടെയുള്ളവരെ കൂടി നശിപ്പിക്കാൻ. അതും പറഞ്ഞ് കൃഷ്ണയെ നോക്കി ദഹിപ്പിച്ചുകൊണ്ട് അവൻ തോട്ടുവക്കത്തൂടി നടന്നുപോയി. കൃഷ്ണയ്ക്ക് സങ്കടം സഹിക്കാൻ കഴിഞ്ഞില്ല. അവൾ ഓടി തറവാട്ടിലെത്തി. മുറ്റത്ത് തന്നെ രവിമാമ നിൽക്കുന്നുണ്ടായിരുന്നു. അയാളെ കണ്ടതും അവൾ ഓടിച്ചെന്ന് അയാളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താ കിച്ചൂട്ടാ, എന്തിനാ കരയുന്നത്? അവൾ വീണ്ടും കരച്ചിൽ തുടർന്നു. അതിനിടയിൽ ഹരി പറഞ്ഞതും അവൾ അയാളോട് പറഞ്ഞു. അപ്പോഴാണ് ഹരി അങ്ങോട്ട് കയറി വന്നത്. രവി അവനെ കണ്ടതും അവനോട് ചോദിച്ചു, ഹരി, എന്താടാ നീ കിച്ചുവിനോട് പറഞ്ഞത്? അതിന് നല്ല വിഷമമായി. ഒന്നാമത് അച്ഛനെയും അമ്മയും കാണാതെ ആദ്യമായി മാറി നിൽക്കുന്ന കുട്ടിയത്. മാത്രമല്ല നമ്മൾ നിർബന്ധിച്ചിട്ടാണ് അവൾ ഇവിടെ നിർത്തിയിട്ട് പോയത്. അതിന്റെ കണ്ണും നിറഞ്ഞാൽ അവർക്കത് സഹിക്കാൻ പറ്റില്ല. അതിനെയാ നീ ഇപ്പോൾ കരച്ചത്. ഇനി മേലെ ഇങ്ങനൊന്നും ഉണ്ടാവരുത്. അത് കേട്ടതും ഹരി അവളെ ഒന്ന് തുറച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി. കൃഷ്ണയെ രവി സമാധാനിപ്പിച്ച് റൂമിലേക്കും പറഞ്ഞയച്ചു. റൂമിൽ ചെന്നവൾ കട്ടിലേക്ക് വീണു. വീണ്ടും കരഞ്ഞു. കരച്ചിലിനിടയിലും അവൾ ആലോചിച്ചു, എനിക്കെന്താ ഇത്രയ്ക്ക് സങ്കടം വരുന്നത്? വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞു പോയേനെ. പക്ഷെ ഹരിയേട്ടനോട് ഒന്ന് സംസാരിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. സംസാരിച്ചില്ലെങ്കിലും വേണ്ടില്ല, ഒന്ന് പുഞ്ചിരിച്ചുകൂടെ? ഹരിയേട്ടൻ സ്നേഹത്തോടെയുള്ള ഒരു നോട്ടം കിട്ടാൻ കൊതിച്ചു നടക്കുകയാണ്. അപ്പോഴാണ് ഇതുപോലത്തെ വർത്തമാനം. ഹരിയേട്ടൻ എല്ലാവരോടും വർത്തമാനം പറയുന്നുണ്ട്, എന്നോട് മാത്രം എന്താ ഇങ്ങനെ? ആലോചിക്കും തോറും അവൾക്ക് സങ്കടം കൂടി വന്നു. കൃഷ്ണ എഴുന്നേറ്റ് പുറത്തുപോയി. തോട്ടുവക്കിലിരുന്ന് വെള്ളത്തിലേക്ക് നോക്കിയിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹരി നടന്നു വരുന്ന കണ്ടു. അവൾ തല താഴ്ത്തിയിരുന്നു. അവൾ ഒന്ന് അരികിൽ വന്ന് അവനോടൊപ്പം നിന്നു. എന്റെ അച്ഛന്റെ കയ്യിൽ നിന്നും എനിക്ക് വഴക്ക് കേൾപ്പിച്ചു തന്നപ്പോൾ നിനക്ക് സമാധാനമായോടി ഭദ്രകാളി? കൃഷ്ണ എന്തോ പറയാൻ വന്നതും ഹരി പെട്ടെന്ന് തിരിഞ്ഞു നടന്നുപോയി. കൃഷ്ണയ്ക്ക് വീണ്ടും കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അവൾക്ക് അച്ഛനെയും അമ്മയും കാണണമെന്ന് തോന്നി. വൈകിട്ട് അവൾ മുത്തശ്ശിയോട് പറഞ്ഞ് തോട്ടിൽ കുളിക്കാൻ പോയി. അവിടെ എല്ലാരും തോട്ടിലാണ് അലക്കും കുളിയും. കൃഷ്ണ പക്ഷേ ആദ്യമായിട്ടാണ് അവിടേക്ക് കുളിക്കാൻ പോകുന്നത്. മുത്തശ്ശിയുടെ ഒരു മുണ്ട് വാങ്ങി നെഞ്ചിന് മുകളിൽ വെച്ച് ഉടുത്ത് കുളിക്കാനായി അവൾ തോട്ടിലേക്ക് ഇറങ്ങി. ആദ്യമായതുകൊണ്ട് അവൾക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു. അവൾ ചുറ്റും നോക്കി ആരുമില്ലെന്ന് കണ്ട് കുളിക്കാൻ തുടങ്ങി. അപ്പോഴാണ് അവിടെ തോട്ടുവക്കത്തുള്ള ഒരു മരത്തിനടുത്ത് വെളിച്ചം കണ്ടത്. നോക്കിയപ്പോൾ അതൊരു മൊബൈലാണെന്ന് മനസ്സിലായി. കൃഷ്ണ അലറിക്കൊണ്ട് ഡ്രസ്സെല്ലാം വാരിയെടുത്ത് ഓടി. ഓടിച്ചെന്ന് ഒരാളുടെ നെഞ്ചിൽ ഇടിച്ചു നിന്നു. അവൾ മുഖമുയർത്തി നോക്കി. ഹരിയേട്ടൻ. എന്തിനടി സന്ധ്യത്തെ നേരത്ത് കിടന്ന് കാറുന്നത്? അത് അതവിടെ ഞാൻ കുളിക്കാൻ വന്നപ്പോൾ ഒരാൾ മൊബൈലിൽ. കൃഷ്ണ അപ്പോഴും നിന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോഴും അവൾ ഹരിയുടെ നെഞ്ചിൽ ചാരി നിൽക്കുകയാണ്. പെട്ടെന്ന് ഞെട്ടി അവൾ പിന്നിലേക്ക് മാറി. അപ്പോഴാണ് അവനൊപ്പം നിൽക്കുന്ന ഗോവിന്ദനെ അവൾ കണ്ടത്. എന്താ കിച്ചു, എന്താ പറ്റിയേ? എന്തിനാ കരയുന്നത്? അവൾ കരഞ്ഞുകൊണ്ട് അവനോട് ചോദിച്ചു. ഗോതിച്ചേട്ടാ, അവിടെ ഒരാള് ഞാൻ കുളിക്കുന്നത് മൊബൈലിൽ പിടിച്ചു. ഇല്ല കിച്ചു, നിനക്ക് തോന്നിയതാവും. അല്ല, ഞാൻ കണ്ടതാ. മൊബൈലിന്റെ വെളിച്ചം ശരിക്കും കണ്ടതാ. എനിക്ക് പേടിയാവുന്നു ഗോതിച്ചേട്ടാ. പിന്നെയും അവൾ കരഞ്ഞു. നീ കരയാതെ കിച്ചു, ഞങ്ങൾ നോക്കാം. നീ വീട്ടിലേക്ക് ചെല്ല്, ഗോവിന്ദ് പറഞ്ഞു. നിനക്കൊന്നും വീട്ടിൽ സ്ഥലമില്ലേ നീരാടാൻ? അതെങ്ങനെയാ? പെണ്ണാണെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കുറച്ച് അടക്കം ഒതുക്കുകയൊക്കെ വേണ്ടേ? നിന്നെയൊക്കെ പറഞ്ഞിട്ടെന്തിനാ? നിന്റെയൊക്കെ വീട്ടുകാർ ഇങ്ങനെ കയറൂരി വിട്ടിരിക്കുകയല്ലേ ബാക്കിയുള്ളവരുടെ നെഞ്ചത്ത് കയറാൻ. അതും പറഞ്ഞ് ദേഷ്യത്തിൽ ഹരി നടന്നുപോയി. സാരയില്ല കിച്ചു, അവൻ അങ്ങനെയാ. നീ വീട്ടിലേക്ക് ചെല്ല്.
ഗോവിന്ദ് പറഞ്ഞൊന്നും അവൾ കേൾക്കുന്നുണ്ടായിരുന്നില്ല. മറിച്ച് അവളുടെ ചെവിയിൽ ഹരി പറഞ്ഞ വാക്കുകൾ വീണ്ടും വീണ്ടും അലയടിച്ചുകൊണ്ടിരുന്നു. ഹരിയുടെ ആ വാക്കുകൾ കൃഷ്ണയെ ആകെ തളർത്തി. അവൾ ഒരുവിധം വീട്ടിലെത്തി ഡ്രസ്സ് മാറിക്കിടന്നു. ഭക്ഷണം കഴിക്കാൻ വിളിച്ചെങ്കിലും അവൾ തലവേദനയാണെന്ന് പറഞ്ഞ് കഴിക്കാൻ കൂട്ടാക്കിയില്ല. അവൾക്ക് വീട്ടിലേക്ക് പോകാൻ തോന്നി. രാത്രി വൈകിട്ടും അവൾക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവൾ രവിമാമയുടെ വീട്ടിലേക്ക് ചെന്ന് അത് അടച്ചിട്ടിരിക്കുന്ന കണ്ട് തിരിച്ചു പോന്നു. അവൾ സമയം നോക്കി. 11 മണി. എല്ലാവരും ഉറങ്ങിയെന്ന് മനസ്സിലായി. അവൾ ടെറസിലേക്ക് ചെന്ന് താഴെയിരുന്നു. കാൽമുട്ടിൽ മുഖം കുനിച്ചിരുന്നു. അങ്ങനെ ഇരുന്ന് എപ്പോഴും ഉറങ്ങിപ്പോയി. ആരോ തോളിൽ തട്ടി വിളിക്കുന്ന കേട്ട് കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഹരി. കൃഷ്ണ അവനെ കണ്ടതും ചാടി എഴുന്നേറ്റു. ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റതുകൊണ്ടാവും അവൾ വേച്ചു വീഴാൻ നോങ്ങി. ഹരി അവളുടെ കയ്യിൽ പിടിച്ച് നേരെ നിർത്തി. നിനക്കെന്താടി, വീട്ടിനുള്ളിൽ സ്ഥലമൊന്നും പോരെ കിടക്കാൻ? നട്ടപ്പാതിരിക്ക് ഇവിടെ വന്ന് കിടക്കുന്നു. അതെങ്ങനെയാ? പറഞ്ഞാലനുസരിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. എപ്പോഴും മറ്റുള്ളവർക്ക് തലവേദനയായിട്ട് ഇങ്ങനെ നടന്നോളും. റൂമിൽ പോയി കിടന്ന് ഉറങ്ങടി. അതും പറഞ്ഞ് അവൻ തിരിഞ്ഞതും ഹരിയേട്ടാ, അവള് പതിയെ വിളിച്ചു. ഹരി വീണ്ടും തിരിഞ്ഞവളെ നോക്കി. ഹരിയേട്ടന് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? അവൻ ഒന്നും മിണ്ടാതെ അവളെ നോക്കി. പറയ് ഹരിയേട്ടാ, ഞാൻ ഇവിടെ നിൽക്കുന്നത് ഹരിയേട്ടന് ഇഷ്ടമല്ലെങ്കിൽ ഞാൻ പൊക്കോളാം. എന്തിനാ ഹരിയേട്ടാ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം എന്നോട് ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്? ഇഷ്ടമില്ലെങ്കിൽ പറഞ്ഞോ, ഞാൻ പെട്ടെന്ന് പൊക്കോളാം. അത്രയും പറഞ്ഞ് അവൾ മുഖം പൊത്തി കരഞ്ഞു. ഹരി ഒന്നും മിണ്ടാതെ താഴേക്ക് പോയി. ഹരി പോയതും അവൾ റൂമിലേക്ക് പോയി. അടുത്ത ദിവസം അവൾ വൈകിയാണ് എഴുന്നേറ്റത്. കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാനായി അവൾ അടുക്കളയിലേക്ക് ചെന്നു. സുമതി മാമി അടുക്കളയിൽ ഉണ്ടായിരുന്നു. അവരുമായി അവൾക്ക് അടുപ്പം അപ്പോഴേ കുറവാണ്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് അവൾ മുത്തശ്ശിയുടെ അരികിൽ ചെന്നു. രവിയും അവിടെ ഉണ്ടായിരുന്നു. അവൾ മുത്തശ്ശിയുടെ മടിയിൽ വെച്ച് തലവെച്ച് കിടന്നു. എന്താ കിച്ചുമോളെ, എന്തുപറ്റി? ഇന്നെന്താ ഒരു ഉഷാറില്ലാത്തത്? ആദ്യം എവിടെ? എപ്പോഴും വാലുപോലെ നിന്റെ കൂടെ കാണാറുണ്ടല്ലോ. കൃഷ്ണ ഒന്നും പറഞ്ഞില്ല. അവൾ മുത്തശ്ശിയുടെ മടിയിൽ മുഖമുയർത്തി കരഞ്ഞു. മുത്തശ്ശി രവി ആകെ അമ്പരന്നു. രവി കൃഷ്ണയെ പിടിച്ചെഴുന്നേൽപ്പിച്ചു. അവളുടെ അടുത്തേക്ക് പോയിരുന്നു. അയാൾ അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. എന്താ കിച്ചുമോളെ, എന്തുപറ്റി? എന്തിനാ മോള് കരയുന്നത്? മാമയോട് പറയ്. രവിമാമേ, എനിക്ക് വീട്ടിൽ പോണം. അച്ഛനെയും അമ്മയും കാണണം. നാളെ തന്നെ അച്ഛനോട് വരാൻ പറയ്. എനിക്ക് എനിക്ക് പോണം. അവള് വീണ്ടും വീണ്ടും കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ മോളെ, പെട്ടെന്ന് മോളെ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? എന്തുപറ്റി? ഹരി വീണ്ടും വല്ലതും പറഞ്ഞോ മോളോട്? ഞാൻ അവനോട് ചോദിക്കട്ടെ? വേണ്ട മാമേ, ആരും എന്നെ ഒന്നും പറഞ്ഞില്ല. എനിക്ക് അച്ഛനെയും അമ്മയും കാണാൻ തോന്നി. ഏ, അത്രേ ഉള്ളൂ? സാരമില്ല. ഇനി ഒരാഴ്ചയും കൂടിയല്ലേ റിസൾട്ട് അറിയാനുള്ളൂ. അത് കഴിഞ്ഞ് അച്ഛൻ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ പോകാം വീട്ടിലേക്ക്. അതുവരെ ഇവിടെ നിൽക്കേണ്ട കിൽക്കാൻ പറ്റി. ഇനി പോയി കഴിഞ്ഞാൽ ഇപ്പോഴെങ്ങും വരവുണ്ടാകില്ലല്ലോ. അതുകൊണ്ട് എന്റെ കുട്ടി ഇപ്പൊ ഒന്നും ആലോചിക്കണ്ട. ചെല്ല്, ആദ്യം കൂട്ടി ഒന്ന് കറങ്ങിയിട്ട് വാ. അവള് ഒന്നും മിണ്ടാതെയിരുന്നു. പിന്നെ കടന്നു തുറച്ചുകൊണ്ട് പുറത്തേക്ക് വന്നു. വാതിൽക്കൽ ഹരി നിൽക്കുന്ന കണ്ടെങ്കിലും അവൾ ഒന്നും മിണ്ടാതെ പുറത്തേക്ക് പോയി. അവനെല്ലാം കേട്ടിരുന്നു അവൾക്ക് മനസ്സിലായി. അതിനുശേഷം അവൾ അവന്റെ മുന്നിൽ ചെല്ലാതെ ഒഴിഞ്ഞു മാറി നടന്നു. എങ്കിലും ഒളിച്ചും പാത്തും അവൾ അവന്റെ പുറകെ തന്നെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞ് അവളുടെ റിസൾട്ട് വന്നു. 90% മാർക്കുണ്ടായിരുന്നു. രവിക്കായിരുന്നു ഏറ്റവും സന്തോഷം. അയാള് അവൾക്കൊരു ജിമിക്കി കമ്മലാണ് സമ്മാനമായി കൊടുത്തത്. അവളത് അണിഞ്ഞപ്പോൾ അവളെ കാണാൻ അതീവ ഭംഗിയുണ്ടായിരുന്നു. പിറ്റേ ദിവസം മാധവനും ഇന്ദുവും കൂടി വന്നു. അവരെല്ലാരും കൂടി തറവാട്ടിൽ ഒത്തുകൂടി ഭക്ഷണമൊക്കെ കഴിഞ്ഞാണ് പിരിഞ്ഞത്. എല്ലാവരും ഹാളിലിരുന്ന് വർത്തമാനം പറയുകയായിരുന്നു. കൃഷ്ണ ഇന്ദുവിന്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് അതെല്ലാം ശ്രദ്ധിച്ചു. ഹരി എല്ലാവരിൽ നിന്നും ഒഴിഞ്ഞു മാറി ഒരു സൈഡിലായിട്ടാണിരുന്നത്. കൃഷ്ണയുടെ നോട്ടം ഇടയ്ക്കിടെ അവനിലേക്ക് ചെല്ലുന്നുണ്ടായിരുന്നു. ഒരു തവണ അവരുടെ കണ്ണുകൾ ഇടഞ്ഞു. ആ നിമിഷം തന്നെ അങ്ങനെ ഇരുന്നുകൊണ്ട് ഇരുവരും നോട്ടം മാറ്റി. മുതിർന്നവരുടെ സംസാരത്തിനിടയ്ക്ക് പെട്ടെന്ന് രവി പറഞ്ഞു, നാളെ നിങ്ങൾ പോകുമ്പോൾ മോളെ കൊണ്ടു അല്ലേ? അവൾ ഇവിടെ ഉണ്ടായിരുന്നപ്പോൾ വീട്ടിലൊരു അനക്കമൊക്കെ ഉണ്ടായിരുന്നു. ഇനി പോയി കഴിഞ്ഞാൽ ഈ വീടാക്കി ഉറങ്ങും. ഇതാ പറയുന്നത് പെൺകുട്ടികളാണ് വീടിന്റെ ഐശ്വര്യമെന്ന്. മാധവ, ഞാനൊരു കാര്യം പറയട്ടെ. കിച്ചുമോൾക്ക് വിവാഹപ്രായമാകുമ്പോൾ നീ അവളെ എനിക്ക് തന്നേക്കുമോ, എന്റെ ഹരിക്കുട്ടന്റെ പെണ്ണായിട്ട്? രവി പകുതി കാര്യമായും പകുതി കുസൃതിയോടെയും പറഞ്ഞു. അത് കേട്ട് ഹരിയും കൃഷ്ണയും ഞെട്ടി പരസ്പരം നോക്കി. കൃഷ്ണയുടെ മുഖം പൂനിലാവ് ഉദിച്ച പോലെയായി. ഹരിയുടെ മുഖത്തെ ഭാവം എന്താണെന്ന് അവൾക്ക് മനസ്സിലായില്ല. പക്ഷെ മാധവന്റെ മറുപടി അപ്പാടെ അവളെ തകർത്തു കളഞ്ഞു. അത് കേണ്ട രവി, രക്തബന്ധത്തിലുള്ളവരുടെ ആയിട്ടുള്ള വിവാഹത്തോട് എനിക്ക് തീരെ താല്പര്യമില്ല. അത് ശരിയാവില്ല. നീ കേട്ടിട്ടില്ലേ,
രക്തബന്ധത്തിലുള്ളവർ വിവാഹം കഴിച്ചാൽ അവർക്കുണ്ടാവുന്ന കുട്ടികൾക്ക് ചിലപ്പോൾ വൈകല്യം ഉണ്ടാകാൻ സാധ്യതയുണ്ടാകുമെന്ന്. എന്തിനാ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു റിസ്ക് എടുക്കുന്നത്? രവിയുടെ മുഖം വാടി. പക്ഷെ അയാൾ അത് അപ്പോൾ തന്നെ ചിരിച്ചു തള്ളി. ശരിയാ, അതുമല്ല, നമ്മളിപ്പോ ഇതൊക്കെ പറഞ്ഞാലും പ്രായമാകുമ്പോൾ ചിലപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ തിരഞ്ഞെടുക്കും. എനിക്ക് കിച്ചുമോളെ ഒരുപാട് ഇഷ്ടമായി, അതുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. കൃഷ്ണ പക്ഷെ തറഞ്ഞിരുന്നു. അവൾ ഹരി ഇരുന്നിടത്തേക്കൊന്ന് നോക്കി. അവിടെ ശൂന്യമായിരിക്കുന്നു. അവൾക്ക് ഉറക്കെ കരയണമെന്ന് തോന്നി. അവൾ വേഗം തോട്ടുപക്കത്തേക്ക് പോയി. അവിടെ പോയിരുന്ന് ഒരുപാട് കരഞ്ഞു. കുറച്ചു നേരം അങ്ങനെ കരഞ്ഞപ്പോൾ ആരോ അരികിലുണ്ടെന്ന് തോന്നി അവൾ ചുറ്റും നോക്കി. പക്ഷെ ആരെയും കണ്ടില്ല. അവൾ എഴുന്നേറ്റ് വീട്ടിലേക്ക് പോയി. എല്ലാവരും ഭക്ഷണം കഴിക്കാനിരുന്നു. ഹരിയെ അവിടെ എങ്ങും കണ്ടില്ല. അവൾക്ക് അവനെ ഒന്ന് കാണാൻ തോന്നി. നാളെ താൻ പോയാൽ പിന്നെ ഹരിയേട്ടനെ കാണാൻ പറ്റില്ലല്ലോ. ഹരിയേട്ടനോട് തന്റെ മനസ്സിലെ ഇഷ്ടം പറയണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇനി വേണ്ട. അച്ഛന് ഇഷ്ടമല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ല. എന്റെ ഇഷ്ടം അത് എന്നിൽ തന്നെ ഒടുങ്ങട്ടെ. ആരും ഒന്നും അറിയണ്ട. അന്ന് അവൾക്ക് ഉറങ്ങാൻ പോലും കഴിഞ്ഞില്ല. അവളുടെ ഉള്ളിൽ ഹരി നിറഞ്ഞു നിന്നു. പിറ്റേന്ന് രാവിലെ അവർ പുറപ്പെട്ടു. പോകുന്നതിന് മുന്നേ അവനെ ഒരു നോക്ക് കാണാൻ അവൾ ഒരുപാട് നോക്കി. പക്ഷെ കണ്ടില്ല. അവൾ നിരാശയോടെ യാത്രയായി. അതിനുശേഷം അവൾ ഒരു വർഷം എൻട്രൻസിന്റെ കോച്ചിങ്ങിന് ചേർന്നു. എഞ്ചിനീയറിംഗിന് 500-ൽ താഴെ റാങ്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തൃശ്ശൂരിൽ തന്നെ അവൾക്ക് സീറ്റ് കിട്ടി. പിന്നെ പഠിപ്പിൽ മാത്രമായി അവളുടെ ശ്രദ്ധ. അപ്പോഴും അവളുടെ ഉള്ളിൽ ഹരിയോടുള്ള ഇഷ്ടം ഒരു കനലായി നീറിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇഷ്ടം പറഞ്ഞ് പുറകെ വന്നവരെല്ലാം അവൾ ശ്രദ്ധിച്ചതേയില്ല. അതിനിടയിൽ 1-2 പ്രാവശ്യം അമ്മ വീട്ടിൽ പോയെങ്കിലും ഹരിയെ കാണാൻ കഴിഞ്ഞില്ല. അവന് എഞ്ചിനീയറിംഗ് കഴിഞ്ഞ് ജോലി കിട്ടി ബാംഗ്ലൂരിലായിരുന്നു. മുത്തശ്ശിയുടെ മരണം അറിയിച്ചെങ്കിലും അവൾക്ക് എക്സാം ആയതുകൊണ്ട് അവളെ രാമച്ചന്റെ വീട്ടിൽ നിർത്തി മാധവനും ഇന്ദുവുമാണ് പോയി വന്നത്. പിന്നീട് വിഷ്ണുവുമായുള്ള ആലോചന വന്നപ്പോഴും അവളുടെ ഉള്ളിൽ ഹരി മാത്രമായിരുന്നു. പക്ഷെ എന്തോ അച്ഛനെ ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ അതിന് സമ്മതിച്ചു. ഹരിയെ മറക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. പക്ഷെ വിവാഹ തലേന്ന് അവരെല്ലാം വന്നപ്പോഴും അവൾ ഹരിയെ തിരഞ്ഞു. പക്ഷെ കണ്ടില്ല. അവൻ വന്നിട്ടുണ്ടെന്ന് മാത്രമാണ് അവൾ അറിഞ്ഞത്. എല്ലാവരുടെ അടുത്ത് അവൾ സന്തോഷത്തോടെ പെരുമാറി. പക്ഷെ ഹരിയെ ഉള്ളിലൊന്ന് കാണാൻ കൊതിച്ചു. അപ്പോഴാണ് ഗോവിന്ദ് അവളെ വിളിച്ചത്. ഗോവിച്ചേട്ടനോട് ഹരിയേട്ടന്റെ കാര്യം ചോദിക്കാം എന്ന് കരുതിയാണ് ഞാനിന്ന് കുളപ്പടവിൽ വന്നത്. ഹരിയേട്ടനോട് എല്ലാം തുറന്നു പറയണമെന്ന് വിചാരിച്ചു. പക്ഷെ പെട്ടെന്ന് അവിടെ ഹരിയേട്ടനെ കണ്ടപ്പോൾ, ഹരിയേട്ടന്റെ ആ മുഖം കണ്ടപ്പോൾ എന്ത് ചെയ്യണമെന്നറിയാതെ, ഹരിയേട്ടൻ എന്നെ കെട്ടിപ്പിടിച്ചപ്പോൾ ആ കരച്ചിൽ കണ്ടപ്പോൾ എനിക്കൊന്നിനും കഴിഞ്ഞില്ല. ഒരു പൊട്ടിക്കരച്ചിലോടെ കൃഷ്ണ അത് പറഞ്ഞു നിർത്തിയതും ഹരിയുടെ കൈ അവളുടെ കവിളിൽ പതിഞ്ഞിരുന്നു. കൃഷ്ണ അവളുടെ കൈകൊണ്ട് കവിൾ പൊത്തിപ്പിടിച്ച് ഹരിയെ നോക്കി. അവളുടെ നിറഞ്ഞ കണ്ണുകൾ കണ്ടപ്പോൾ അവന്റെ നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന പോലെ തോന്നി. 2 കൈകൊണ്ടും അവളെ നെഞ്ചിലേക്കിട്ട് അവളെ കെട്ടിപ്പിടിച്ചു. അവളുടെ മൂർധാവിൽ പിന്നെയും പിന്നെയും ചുംബിച്ചു. ഇത്രയൊക്കെ ഇഷ്ടം മനസ്സിലുണ്ടായിട്ടാണോടി നീ എന്നെ ഇട്ടിട്ട് പോയത്? എന്തിനാ വേണി നീ എന്നെ ഇട്ടിട്ട് പോയത്? പറയ്, എന്തിനാ നീ എന്നെ ഒറ്റയ്ക്കാക്കി പോയത്? അപ്പോൾ ഈ കഥ വായിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർക്കൊക്കെ കഥ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണേ പോകാൻ. നന്ദി.